നമഃ ശിവായ. പ്രപഞ്ചതാളത്തെ നിയന്ത്രിക്കുന്ന ആനന്ദ താണ്ഡവമൂർത്തിയായ പരമേശ്വരൻ കുടികൊള്ളുന്ന വിജ്ഞാനത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത ഒരു പുണ്യസങ്കേതമാണ് ചിദംബരം. കൂടല്ലൂർ ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് ചിദംബരം. ശിവഭഗവാന്റെ പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങൾ ഇന്ന് ഭാരതത്തിലുണ്ട്. നൃത്തരൂപത്തിൽ നിൽക്കുന്ന ശിവഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന പ്രത്യേകത കൊണ്ടുകൂടി ചിദംബരം ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു. തില്ലൈ നടരാജ ക്ഷേത്രം എന്നുകൂടി ഇവിടെ അറിയപ്പെടുന്നു. करचरणकृतं वाक्कायजं कर्मजं वा നടരാജമൂർത്തിയാണ് പരമശിവൻ. ആദ്യ നർത്തകനും നർത്തകരുടെ ഉടയവനും ശിവൻ തന്നെ. ആനന്ദ നൃത്തമാടുന്ന ഭഗവാന്റെ ദർശനം ഭക്തർക്ക് ഇവിടെ അനുഭവിച്ചറിയുവാൻ കഴിയും. നടനമാടുന്ന ഭഗവാന്റെ ആ സ്വരൂപം രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ്. ചിദംബരേശൻ തന്നെയാണ് ആ മഹാരഹസ്യവും. ഒരു കൈയിൽ ഡമരവും മറുകൈയിൽ അഗ്നിയുമായി ഭക്തർക്ക് അനുഗ്രഹം വർഷിക്കുന്ന മഹാദേവഭാവം. മഹാനർത്തകനാണ് ശിവൻ. അവൻ്റെ നടനരീതി മഹാപ്രപഞ്ചവും അവൻ്റെ ചലനങ്ങൾ ജീവനാണ്. ആ തിരുരൂപമാണ് തില്ലൈ നടരാജൻ. ശ്രവണനയനജം വാമാനസം വാപരാധം विहितमविहितं वा सर्वमेतत्क्षमस्व जय जय करुणाब्धे श्री महादेव शम्भो അത്ഭുതങ്ങളുടെ കലവറയാണ് ചിദംബരം ക്ഷേത്രം. മനസ്സുരുകി ഭഗവാനിൽ ശരണമടയുന്ന ഭക്തർക്ക് എന്ത് വരദാനവും ചെയ്യുന്ന ഭഗവാൻ. താണ്ഡവത്തിൻ്റെ താളം ഭക്തമനസ്സുകളിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന അന്തരീക്ഷമാണിവിടെ. മോക്ഷത്തിൽ നിന്ന് നമ്മെ തടയുന്നതെല്ലാം ഇവിടെ നിർഗുണീകരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നടരാജൻ ഇവിടെ അമ്പലക്കൂത്തൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അമ്പലത്തിൽ താണ്ഡവമൂർത്തിയാണ് ശിവൻ. നൃത്തത്തിൻ്റെ മനോഹാരിതയെ എടുത്തു കാണിക്കുന്ന നിലയിലാണ് നടരാജൻ നിൽക്കുന്നത്. ചതുർബാഹു രൂപത്തിലുമാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. करचरणकृतं वाक्कायजं कर्मजं वा श्रवणनयनजं वामानसं वापराधं ക്ഷേത്രകലയും ശില്പങ്ങളുടെ മനോഹാരിതയും വർണ്ണിക്കാവുന്നതിനപ്പുറം ആനന്ദം പകരുന്നു. ശില്പകലയിലെ പ്രത്യേകതകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ കാലഘട്ടത്തിൽ വെറും കൈകൊണ്ട് കടഞ്ഞെടുത്ത ശില്പങ്ങളുടെ പൂർണ്ണത നമ്മെ ശരിക്കും അത്ഭുതം കൊള്ളിക്കുന്ന ഒന്നാണ്. ഭരതമുനി രചിച്ച നാട്യശാസ്ത്രത്തിൽ വിവരണം ചെയ്യപ്പെട്ടിട്ടുള്ള 108 കരണങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള കിഴക്കേ ഗോപുരം ചോള രാജവംശകാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. विहितमविहितं वा सर्वमेतत्क्षमस्व जय जय करुणाब्धे श्री महादेव शम्भो
4 വശങ്ങളിലും 4 ഗോപുരങ്ങൾ ആകാശത്തോളം തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആ കാഴ്ച ഭക്തർക്ക് ആകർഷണീയത തോന്നുന്ന ഒന്നാണ്. ശിവഗംഗ തീർത്ഥക്കുളം ഇന്നും ഇവിടെ പഴയ പുരാണത്തിലെ ദിവ്യമായ പൊയ്കയെ സൂചിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്നും ആ ജലത്തിന് സവിശേഷ സിദ്ധിവിശേഷങ്ങളുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നീണ്ടതും വിശാലമായും കിടക്കുന്ന കരിങ്കൽ നിർമ്മിതിക്കുള്ളിൽ കൊടും ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു സുഖശീതളിമയുണ്ട്. ഇവിടെ ധാരാളം അറകൾ കാണാം. നിലവറകളും തുരങ്കപാതകളും കൊണ്ട് തീർത്ത നിഗൂഢമാർന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു. എന്നാൽ കാലാന്തരത്തിൽ പലതും നശിക്കുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वापराधं वा നൃത്തമാടുന്ന ഭഗവാന്റെ ആ തിരുരൂപം തന്നെയാണ് രഹസ്യങ്ങളുടെ കാവൽക്കാരൻ. അവൻ തന്നെയാണ് ആ മഹാരഹസ്യവും.